സ്വാഗതം. നമ്മളിന്ന് ആലപ്പുഴ ബീച്ചിലാണുള്ളത്. ഒരു ഞായറാഴ്ച ചുമ്മാ ഒരു ഔട്ടിങ്ങിന് ഇറങ്ങിയതാണ്. കോട്ടയംകാർക്കൊക്കെ പെട്ടെന്ന് എത്തിപ്പെടാവുന്ന ഒരു ബീച്ചെന്ന് പറഞ്ഞാൽ നമ്മുടെ ആലപ്പുഴ ബീച്ചാണ്. ആലപ്പുഴ ബീച്ച് എന്ന് പറയുമ്പം ഒരുപാട് പേര് കാണാം. ഞായറാഴ്ച ബീച്ചാണ്. ഒരുപാട് പേര് മഴയാണെങ്കിലും മഴയുടെ ഇടയിലുള്ള ബീച്ച് എൻജോയ് ചെയ്യാൻ പറ്റുന്നുണ്ട്. ഒരു വീക്കെൻഡൊക്കെ നമുക്ക് എൻജോയ് ചെയ്യാൻ പറ്റിയ ഒരു സ്ഥലമാണ് ആലപ്പുഴ ബീച്ച്. നല്ല മനോഹരമായ കാഴ്ചകൾ, നമുക്ക് കാഴ്ചകൾ, ഇവിടുത്തെ രുചികളൊക്കെ നോക്കാം. ഇത് ഇന്ത്യൻ നേവൽ ക്രാഫ്റ്റിൻ്റെ ഒരു യുദ്ധക്കപ്പലാണ്. 1999 കമ്മീഷൻ ചെയ്തതാണ്. ഇസ്രായേലിൻ്റെ സഹകരണത്തോടു കൂടി നമ്മൾ ചെയ്തൊരു കപ്പലാണിത്. കമാൻഡോ ഓപ്പറേഷനൊക്കെ പങ്കെടുത്തതാണ്. ഇത് 2020 ഡീകമ്മീഷൻ ചെയ്തതിന് ശേഷം നമ്മുടെ ആലപ്പുഴ നഗരസഭയായിട്ട് ബന്ധപ്പെട്ടിട്ട് ആലപ്പുഴ പൈതൃക പദ്ധതിയോടനുബന്ധിച്ചിട്ട് ഇവിടെ സ്ഥാപിച്ചിട്ടുള്ള ആൾക്കാർക്ക് കാണാൻ വേണ്ടി ഇവിടെ ചെയ്തിട്ടുള്ളതാണ്. ഇതിനകത്ത് കയറി കാണാനുള്ള സൗകര്യങ്ങളൊക്കെ അവർ ചെയ്യാനുള്ള രീതി ചെയ്തതാണ്. പക്ഷേ ഒന്നും നടപ്പായിട്ടില്ല. സംഭവം എന്തായാലും ഇവിടെ എത്തിയിട്ടുണ്ട്. ഇവിടെ വരുന്നവർക്കൊരു കൗതുകമാണ് കപ്പൽ. നല്ല ഐസ്ക്രീമുകളൊക്കെ കഴിച്ച് എൻജോയ് ചെയ്യാൻ പറ്റിയ ഒരു സ്ഥലമാണ് നമ്മുടെ ആലപ്പുഴ ബീച്ച്. എല്ലാവരും വീക്കെൻഡുകൾ, നമുക്ക് അതിന് ദൂരമില്ല. കോട്ടയത്തിനൊക്കെ ഒരു 30 കിലോമീറ്റർ ഉള്ളൂ ആലപ്പുഴ ബീച്ച് എന്ന് പറഞ്ഞാൽ. ഈസി ആയിട്ട് വരാം. വൈകുന്നേരം വന്നാൽ മതി. വെയിലൊക്കെ പോയിട്ട് ഒരു 5 മണി സമയത്തൊക്കെ വരികയാണെങ്കിൽ നല്ല രസമാണ്. എൻജോയ്മെൻറ്റ്, പാട്ട്, ബഹളം, കുതിരസവാരി, പട്ടം പറത്തൽ എന്ന് വേണ്ട നല്ലൊരു എൻജോയ്മെൻറ്റാണ്. അപ്പോൾ നമുക്കിതാ ഈ കുൽഫി കഴിച്ച് സൂപ്പറാണോ, ഈ വൈബും കുൽഫിയും. നമ്മുടെ ആലപ്പുഴയിലെ കടൽപ്പാലത്തിൻ്റെ ദൃശ്യങ്ങളാണ് നമ്മൾ കാണുന്നത്. പണ്ടൊരു കാലത്ത് കുഴുക്കളൊക്കെ നങ്കൂര വിട്ട് അവിടുന്ന് കയറി വന്നിരുന്ന ഒരു നല്ലൊരു കടൽപ്പാലം ഉണ്ടായിരുന്നു. അത് നശിച്ചിപ്പം ഇരുമ്പ് തൂണുകൾ ഇരുമ്പ് മാത്രമേ ഉള്ളൂ. ഒക്കെ ടൂറിസമായിട്ടൊക്കെ ബന്ധപ്പെട്ട് വളരെ തീർച്ചയായിട്ടും നമുക്ക് നടത്താൻ പറ്റും. എൻ്റെ പേര് വിനോദ്. എനിക്ക് ചെറിയൊരു ഹോം സ്റ്റേ റിസോർട്ടൊക്കെ ഉണ്ട്, ഫാമിലി റിസോർട്ടൊക്കെ ഉണ്ട്. പിന്നെ വേറെ അപ്പം തൊട്ടുണ്ട് ESAയുടെ കിഴക്കുവശം. പിന്നെ വേറെ കുതിരയുടെ ഉണ്ട്, നോക്കിയെന്ന് വേറെ വൈറ്റ് കുതിരയുണ്ട്, ഫുൾ വൈറ്റ്. അത് കല്യാണ പരിപാടി, ഫോട്ടോഷൂട്ട് പരിപാടിക്കൊക്കെ പോകുന്ന.
പാർട്ടി പരിപാടി നല്ല പരിപാടികൾക്കെല്ലാം ഇവിടെ ഇപ്പോൾ എനിക്ക് 7 വർഷമായി. അല്ലേ? ടൂറിസ്റ്റുകളൊക്കെ ഒരുപാട് വരുന്നുണ്ടോ? ടൂറിസ്റ്റുകളായി ഏറ്റവും ഒരു കൗതുകമുള്ള ഇപ്പോൾ ഇതേ ഉള്ളൂ. മറ്റേ മീൻ്റെ പരിപാടി ഉണ്ടായിരുന്നു, മറ്റേ പരിപാടി ഉണ്ടായിരുന്നപ്പം അത് പോയി ഇപ്പോൾ അത്യാവശ്യം ആൾക്കാരെല്ലാം വന്ന് കയറുന്നുണ്ട്. നമ്മൾ ആലപ്പുഴ ബീച്ചിലേക്ക് വന്നു കഴിഞ്ഞാൽ കുതിര സവാരി ചെയ്യാം, നമുക്ക് അടിപൊളിയായിട്ട് കുതിര സവാരി ചെയ്യാം, സന്തോഷമായിട്ട് എൻജോയ് ചെയ്ത് പോകാം. കാശില്ലെങ്കിലും വന്ന് കയറി സന്തോഷിച്ചിട്ട് പോകാം. അതൊന്നൊരു വിഷയമല്ല, മനസ്സാണ് വലുത്. അതാണ് സന്തോഷിക്കാൻ. കാശെന്ന് പറഞ്ഞാൽ പണം ഒരു പേപ്പറല്ലേ. അതെ അതെ അതെ, തീർച്ചയായിട്ടും. ആവശ്യം ചിലപ്പോൾ ഇല്ലാത്തവർ വരും, പാവങ്ങൾ വരും, ഇല്ല അവരുടെ ഇത് രീതി കാണുമ്പോൾ നമുക്കറിയാം. അപ്പോൾ അതനുസരിച്ച് അവരെ കയറ്റി ഇങ്ങോട്ട് പിള്ളേരെ കയറ്റിയൊക്കെ അവരുടെ സന്തോഷം നമ്മുടെ മക്കളെ പോലെ. ഇവരങ്ങനെ ഒരു കുഴപ്പമില്ല, അടി കടി തോടിയോ ഒന്നുമില്ല. അടുത്ത് കെട്ടിപ്പിടിക്കുന്ന കടിയോ തോടിയോ ഒന്നുമില്ല. ശാന്തനാന്ന് പറയുന്നത്. എൻ്റെ അടിക്കട കുഞ്ഞ് അടിക്കട നൂണ്ട് പോവാം. അതല്ലേ, സാധാരണ കുതിരകളൊക്കെ പൊഴിക്കുകയൊക്കെ ചെയ്യാം. ഇത് അങ്ങനെയുള്ള ഒന്നുമില്ല, ഇതൊക്കെ നല്ല കമാൻഡ് കിടക്കുന്നത്. രണ്ടും അത് തന്നെയാണ്, ഒരു കുഴപ്പമില്ല. രണ്ടിൻ്റെ അടിയിൽ കൂടെ ഞാൻ പിള്ളേരെയൊക്കെ വിളിച്ചു വിടും. അതല്ലേ.